നമസ്കാരം. എന്തായാലും അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നു കഴിഞ്ഞു. അത് രാജ്യം മുഴുവൻ ആഘോഷമായി തന്നെ അത് നടക്കുകയുണ്ടായി. അതിൻ്റെ അലയൊലികൾ അതിനു മുമ്പും അതിനു പിമ്പും നടക്കും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതും യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ കേരളത്തിൽ കുറച്ച് ആൾക്കാർ അതിനെ വളരെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, ജനാധിപത്യ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതോടൊപ്പം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറ്റൊരു മത നേതാക്കളെ ഇങ്ങനെ അഭിനന്ദിച്ചുകൊണ്ടും അവരെ ഇങ്ങനെ ഉയർത്തിക്കാണിച്ചുകൊണ്ടും സംസാരിക്കണം. വേറെ ആരുമല്ല, ഈ ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ ഇന്ത്യയിൽ ഈ ഹിന്ദു ആചാരങ്ങളെ കുറിച്ച് പറയാൻ ശങ്കരാചാര്യന്മാരെ പോലെ പിന്നെ ആരുണ്ട്? ആ ആചാരങ്ങളെ കൃത്യമായും പറയുന്നവരാണ് ശങ്കരാചാര്യന്മാർ. അവരെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അവരെ നമ്മൾ പഠിക്കേണ്ടതാണ്. അത്ര മഹാന്മാരാണ് ഈ ശങ്കരാചാര്യ സ്വാമിമാർ എന്നൊക്കെയാണ് ഈ MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞത്. എന്തായാലും ഈ CPM-കാർക്ക് ഇപ്പോൾ ഈ മത നേതാക്കളോട്, പ്രത്യേകിച്ച് ഹിന്ദു മത നേതാക്കളോട്, പ്രത്യേകിച്ച് ശങ്കരാചാര്യ സ്വാമികളോടൊക്കെ ഇത്ര വലിയ ആഭിമുഖ്യം തോന്നാൻ കാരണം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതായത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഈ ശങ്കരാചാര്യ സ്വാമികളിൽ കുറെ പേർ, എല്ലാവരുമല്ല കേട്ടോ, കുറച്ചു പേർ അത് ശരിയല്ല, ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞൊരു അഭിപ്രായ ഭിന്നത പറഞ്ഞു. അതുകൊണ്ടാണ് CPM-ന് ഈ ശങ്കരാചാര്യന്മാരെ അങ്ങ് പെരുത്ത് ഇഷ്ടപ്പെട്ടത്. എന്നാൽ ഈ ശങ്കരാചാര്യന്മാരെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഇവർക്കറിയാമോ, അല്ലെങ്കിൽ CPM അറിയാമോ, അതോ CPM അത് മറന്നുപോയതാണോ, അതോ അതിനെക്കുറിച്ചുള്ള അജ്ഞതയാണോ എന്നറിയില്ല. നമുക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോകാം. ഏറ്റവും അധികം CPM ഉയർത്തിപ്പിടിക്കുന്നത്, ശബരിമലയിൽ ഉയർത്തിപ്പിടിച്ചതും സ്ത്രീ സ്വാതന്ത്ര്യമാണ്. ആ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ നിൽക്കുന്നത്, അല്ല ആചാരങ്ങളെ ലംഘിക്കാനല്ല. അത് സ്ത്രീ സ്വാതന്ത്ര്യം ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യവും മന്ത്രവുമാണ് എന്നൊക്കെയാണ് ഈ CPM-കാർ അന്ന് പറഞ്ഞത്. എന്നാൽ അതേ കാലഘട്ടത്തിൽ ഒരു മഹാരാഷ്ട്രയിലെ ഒരു അമ്പലത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചു. അവർക്ക് ആ ക്ഷേത്രത്തിനകത്ത് കയറി ആരാധന നടത്തുവാനുള്ള അനുവാദം കോടതി അനുവദിച്ചു. അങ്ങനെ അവർക്ക് അവിടെ കയറി ആരും അതിനെ വലുതായിട്ട് എതിർത്തില്ല. കാരണം കോടതി ഉത്തരവാണെന്ന് മാത്രമല്ല അവിടെ അതൊരു ന്യായമായ കാര്യമാണെന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ ആരും എതിർത്തില്ല. പക്ഷേ ഈ ശങ്കരാചാര്യ സ്വാമികൾ അതിനെ എതിർത്തു. ഇനി ഏത് അമ്പലമാണെന്ന് പറയാം. അതായത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ ശനി സിംഗ്നാപൂർ ക്ഷേത്രം, അതായത് ശനീശ്വര ക്ഷേത്രം എന്നാണ് അതിനെ പറയുന്നത്. ശനി സിംഗ്നാപൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിലാണ് സ്ത്രീകൾക്ക് ആരാധന നടത്തുവാനുള്ള അനുവാദം ലഭിച്ചത്. അപ്പോൾ ഈ ശങ്കരാചാര്യ സ്വാമികൾ പ്രധാനമായിട്ടും ദ്വാരകയിലെ ശാരദാപീഠത്തിലെ ശങ്കരാചാര്യ സ്വാമികൾ സ്വരൂപാനന്ദ സരസ്വതി പറഞ്ഞത്, ഈ സ്ത്രീകളെ ഇങ്ങനെ ഇതിനകത്ത് കയറ്റുന്നത് ശരിയായ കാര്യമല്ല, അനാവശ്യമാണ്, ഇത് കൂടുതൽ ബലാത്സംഗങ്ങൾ ഉണ്ടാക്കാനേ കാരണമാകൂ എന്നാണ് ഈ സ്വരൂപാനന്ദ സ്വാമികൾ പറഞ്ഞത്. അതും ശങ്കരാചാര്യ സ്വാമികളാണ്. ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞത്, ഹിന്ദു ആചാരങ്ങളെ കുറിച്ച് പറയാൻ ശങ്കരാചാര്യ സ്വാമിമാരെ പോലെ ഇപ്പോൾ പിന്നെ ഇന്ത്യയിൽ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അതിനെ അംഗീകരിക്കുകയാണ്, ശങ്കരാചാര്യ സ്വാമിമാരെ അംഗീകരിക്കുകയാണ് പാർട്ടി ചെയ്തത്, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ചെയ്തത്. എന്നാൽ ഈ ശങ്കരാചാര്യ സ്വാമി സ്വരൂപാനന്ദ സ്വാമി പറഞ്ഞതിനോട് യോജിപ്പുണ്ടോ, അതിനെ എതിർക്കുന്നുണ്ടോ? അപ്പോൾ ഈ ശങ്കരാചാര്യ സ്വാമികൾ നല്ലവരാണോ എന്നത് നിങ്ങൾക്ക് പറയേണ്ടി വരും. മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് ഈ രാജ്യത്ത് പുതുവർഷം ആരംഭിക്കുന്നത് ജനുവരി 1 ഈ ജനുവരി 1 എന്ന് പറയുന്നത് നമ്മുടേതല്ല. അതുകൊണ്ട് അങ്ങനെ അത് ആഘോഷിക്കാൻ പാടില്ല. നമ്മുടെ അതാത് കാലഘട്ടത്തിലെ ഭാരതീയ സംസ്കൃതി അനുസരിച്ചുള്ള പുതുവർഷ ആരംഭങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മേടമാസം, മലയാളികൾക്ക് മേടമാസം, അതുപോലെ ഓരോ സംസ്ഥാനം പ്രത്യേകമുണ്ട്. അത് വെച്ചിട്ട് പുതുവർഷാരംഭം ഇന്ത്യയിൽ മൊത്തം ഒരു ദിവസം പുതുവർഷാരംഭം നടത്തണം, അല്ലാതെ ഈ ജനുവരി 1 പുതുവർഷാരംഭമായിട്ട് നടത്തരുത് എന്നും ഈ സ്വരൂപാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മുടെ ഈ MV ഗോവിന്ദൻ അംഗീകരിക്കുന്നുണ്ടോ, അത് ഇഷ്ടപ്പെടുന്നുണ്ടോ, അതും കൂടെ പറയേണ്ടതാണ്. ശങ്കരാചാര്യ സ്വാമികൾ ഈ പ്രാണപ്രതിഷ്ഠയെ കുറിച്ച് പറഞ്ഞപ്പോൾ മാത്രം അവർ വളരെ സ്വീകാര്യരാവുകയും, എന്നാൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ ശങ്കരാചാര്യ സ്വാമികളെ സ്വീകാര്യത ഉണ്ടോ എന്നുകൂടി ഈ MV ഗോവിന്ദൻ വ്യക്തമാക്കേണ്ടതാണ്.